Good afternoon. Good afternoon, Miss. Good afternoon, Miss. Good afternoon, Miss. Good afternoon. Good afternoon, Miss. Good afternoon. കേൾക്കുന്നില്ലല്ലോ. Good afternoon. കേൾക്കാമോ? Yes, Miss. Welcome, Miss. കേൾക്കാമോ ടീച്ചർ പറയുന്നത്? കേൾക്കാമോ? Welcome, Miss. Welcome. കേൾക്കാമോ? Yes, Miss. Yes, Miss. മിസ്സെ ഞങ്ങൾക്ക് കേൾക്കാം, മിസ്സിന് കേൾക്കുന്നില്ലേ? Miss പോയോ? Good afternoon. കേൾക്കാമോ? Welcome, Miss. പറയണ കേൾക്കുന്നില്ല കേട്ടോ. ഞങ്ങൾക്ക് യാതൊരു പ്രോബ്ലം ഇല്ല. മിസ് എന്തുകൊണ്ട് കേക്കാവോ എന്ന് ചോദിക്കുന്നത് ഞങ്ങൾക്ക് നന്നായി കേൾക്കാം തുടക്കം മുതലേ. ഞങ്ങൾക്ക് കേൾക്കുന്നുണ്ട്. എന്തെങ്കിലും നിങ്ങളൊന്ന് പറയാമോ? ഞങ്ങൾക്ക് നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ഇങ്ങോട്ട് പറയുന്നത് കേൾക്കുന്നില്ല കേട്ടോ. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്.
മിസ് എന്തെങ്കിലും പറയുന്നുണ്ടോ?
മിസ് പോയല്ലോ. കേൾക്കാമോ? കേൾക്കാമോ? കേൾക്കാം മിസ്സേ. ഓക്കെ ഓക്കെ. യെസ്. ഇതൊരു ടെക്നിക്കൽ ഇഷ്യൂ ആയതുകൊണ്ടാണ് കേട്ടോ. Okay, good afternoon to all. ഗുഡ് ആഫ്റ്റർനൂൺ മിസ്. Okay, prayer സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. Prayer. Dear God, thank you for this day and the blessing you have given me. Guide my steps, fill my heart with peace, and help me to show kindness to others. Grant me strength, wisdom, and love in all that I do. Thank you. Okay. Thought of the day ഉണ്ടോ? Yes.
നമ്മളെ യൂണിറ്റ് 10 ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ? കുറച്ച് ഭാഗം പറഞ്ഞല്ലോ. കേൾക്കാമോ? ഇൻഡിവിജ്വൽ ഡിഫറൻസ് നമ്മൾ എടുത്തിരുന്നു. നേച്ചർ ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ആർ വൺ ഓഫ് ഡിഗ്രി നോട്ട് വൺ ഓഫ് കൈൻഡ് എന്ന് പറഞ്ഞിരുന്നു അല്ലെ? Yes, Miss. നെക്സ്റ്റ് വരുന്നത് അതിൽ തന്നെ വരുന്നതാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ട്രേറ്റ്സ് ആൻഡ് both inter-individual and inter-individual differences, intra-individual differences. First നമുക്ക് നോക്കാം normal distribution of traits. All measures of traits that contribute to individual difference tend to distribute themselves as per the laws of normal probability curve. Okay. എന്താ ഇവിടെ പറയുന്നത്? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ട്രേറ്റ്സ്, അതായത് സ്വഭാവ സവിശേഷതകളാണ് ഇവിടെ പറയുന്നത്. അതായത് ഒരാളുടെ വ്യക്തിയിൽ ഉണ്ടാവുന്ന പ്രധാന സവിശേഷതകൾ, അതായത് നോർമൽ ആയിട്ടുള്ള ക്വാളിറ്റീസ് കുറെ ഉണ്ടാവും നമുക്ക് അല്ലെ? എല്ലാവർക്കും ഒരേപോലെയുള്ള ക്വാളിറ്റീസ് ഉണ്ടാവും. ഇവിടെ പറയുന്നത് എന്താണ്? ഓൾ മെഷേഴ്സ് ഓഫ് ട്രേറ്റ്സ് that contribute to individual difference tend to distribute themselves as per the laws of normal probability curve. അതായത് നമ്മുടെ മനുഷ്യരുടെ എല്ലാ സവിശേഷതകളും അളക്കുന്നതിനുള്ള, അതായത് ഓൾ ഇൻഡിവിജ്വൽ ട്രേറ്റ്സ്, എല്ലാ മനുഷ്യ സവിശേഷതകളും ഇൻഡിവിജ്വൽ സവിശേഷതകളും നമ്മൾ മെൻഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു കർവിന്റെ അടിസ്ഥാനത്തിലാണ്. അതിനെ പറയുന്നതാണ് ലോസ് ഓഫ് നോർമൽ പ്രോബബിലിറ്റി കർവ്. അതായത് നമ്മുടെ വ്യക്തി വ്യത്യാസങ്ങൾ അളക്കുന്നതിനുള്ള ഒരു കർവാണത്. ഓക്കെ, നോർമൽ പ്രോബബിലിറ്റി കർവ് എന്ന് പറഞ്ഞാൽ വ്യക്തി വ്യത്യാസങ്ങൾ അളക്കുന്നതിനുള്ള ഒരു കർവാണത്. ഇപ്പൊ നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നുണ്ട്, ഗ്രാഫ് വരയ്ക്കാറുണ്ട് നമ്മളാണ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രാഫ് റെപ്രസെന്റേഷൻ കൊടുക്കുന്നത്? ഏതൊക്കെ അളവിൽ, അപ്പൊ രണ്ട് ആക്സിസ് ഉണ്ട്, എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ടാവും. എന്നിട്ട് നമ്മൾ എന്താണ് ഏതൊക്കെ അളവിൽ അത് ഏറ്റവും കൂടുതൽ മെഷർമെന്റ് ഉണ്ടെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്, ഏത് പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഏറ്റവും കൂടുതൽ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രാഫ് റെപ്രസെന്റേഷൻ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരാളുടെ വ്യക്തിയുടെ സവിശേഷതകളില്, അതായത് നമ്മുടെ സ്വഭാവ സവിശേഷതകൾ എത്രത്തോളം ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട് അല്ലെങ്കിൽ സവിശേഷതകൾ എന്ത് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് നോർമൽ പ്രോബബിലിറ്റി കർവ് നോക്കുന്നത്. അതായത് ഇതിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാല് എന്താണ്, ബെൽ ഷേപ്പിലോ അല്ലെങ്കിൽ സിമെട്രിക്കൽ ഷേപ്പിലായിരിക്കും എന്തുണ്ടായിരിക്കുക, പ്രോബബിലിറ്റി കർവ് ഉണ്ടായിരിക്കുക. നോർമൽ പ്രോബബിലിറ്റി കർവ് എന്ന് പറഞ്ഞാൽ ബെൽ ഷേപ്പിൽ എന്ന് പറഞ്ഞാൽ അയാളുടെ എല്ലാ സവിശേഷതകളും ഒരേപോലെ ആയിരിക്കും. അപ്പൊ നമ്മള് ഒരു ഗ്രാഫ് വരച്ചിട്ട് എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ട്. അപ്പൊ ഇത് കണക്ട് എല്ലാ സവിശേഷത ഒരാളുടെ ക്വാളിറ്റീസ് ഒക്കെ കണക്ട് ചെയ്ത് വരുമ്പോ എന്താണ്, ആ കർവിന്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും ഇരിക്കുന്നത്? ഒരു എല്ലാ പേഴ്സൺസ്, എല്ലാ മെഷേഴ്സും ഉള്ള അല്ലെങ്കിൽ എല്ലാ സവിശേഷതകളുള്ള ഒരാളാണെങ്കിൽ ആ കർവിന്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും? ബെൽ ഷേപ്പ് ആയിരിക്കും. ബെല്ലിന്റെ ഷേപ്പ് കണ്ടിട്ടില്ലേ നമ്മളാ? അല്ലെങ്കിൽ സിമെട്രിക്കൽ ബേസ്. സിമെട്രിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സിമെട്രിക്കൽ ഒരേപോലെയുള്ള ഇരുവശങ്ങളും ഒരേപോലെ ആയിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരാളുടെ സ്വഭാവ സവിശേഷതകൾ നമ്മൾ അളക്കുന്ന സമയത്ത് നമ്മൾ ഈ പ്രോബബിലിറ്റി കർവിന്റെ ലോസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളത് കണ്ടെത്തുന്നത്. ഓക്കെ, നിങ്ങളത് പേടിക്കൊന്നും വേണ്ട, അത് കർവ് എന്താണെന്ന് മാത്രം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഒരു വ്യക്തിയുടെ ഓൾ ഡിസ്ട്രിബ്യൂഷൻ റേറ്റ്സ് അല്ലെങ്കിൽ എല്ലാ സ്വഭാവ സവിശേഷതകളും മെഷർ ചെയ്യുന്നതിനാണ് നമ്മൾ നോർമൽ പ്രോബബിലിറ്റി കർവ്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതായത് ഒരാളുടെ സ്വഭാവ സവിശേഷതയുടെ സാധാരണ വിതരണം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ലോസ് അനുസരിച്ചിട്ടാണ് നമ്മൾ ആ കർവ് എക്സസ് ചെയ്യുന്നത്. ഇനിയിപ്പോ സ്വഭാവ സവിശേഷതകൾ കുറഞ്ഞ ആളാണെങ്കിൽ എന്താണ്, ഷേപ്പിൽ വ്യത്യാസം വരും അല്ലെ? ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമാണ് ബെൽ ഷേപ്സിലോ സിമെട്രിക്കൽ ഷേപ്പിലോ കാണുന്നത്. എല്ലാ സവിശേഷതകളിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ എന്തായിരിക്കും, നമ്മൾ ഗ്രാഫ് വരക്കുമ്പോൾ അതിൻ്റെതായ ചേഞ്ചസ് വരും അല്ലെ? ചിലപ്പോ ജസ്റ്റ് 2-3 ക്വാളിറ്റീസ് ഉള്ളവരാണെങ്കിൽ എന്താണ്, ആ കർവില് കുറച്ച് ക്വാളിറ്റീസ് മാത്രമേ കാണൂ. അപ്പൊ വേറെ ഏതെങ്കിലും ഒരു ഷേപ്പ് ആയിരിക്കാം, കോൺവേവ് ഷേപ്പോ കോൺവെക്സ് ഷേപ്പോ, അങ്ങനെ ഏത് ഷേപ്സിൽ വേണമെങ്കിൽ അത് വരാം. ഓക്കെ, അപ്പൊ മനുഷ്യര് സ്വഭാവ സവിശേഷതകളുടെ അല്ലെങ്കിൽ ക്വാളിറ്റീസിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ നോക്കുന്നതാണ് നോർമൽ പ്രോബബിലിറ്റി കർവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വ്യക്തിഗത വ്യത്യാസത്തിന് കാരണമാകുന്ന എല്ലാ സ്വഭാവ സവിശേഷതകളും സാധാരണ പ്രോബബിലിറ്റി കർവിന്റെ നിയമം അനുസരിച്ചിട്ട് വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് നമ്മളിപ്പോ ഒരു പേഴ്സൺ എടുക്കുകയാണെങ്കിൽ, ഒരു വ്യക്തി എടുത്തെന്ന് വിചാരിക്കാം, എക്സാമ്പിൾ പറയാണ് കേട്ടോ. ഒരു വ്യക്തിയെ എടുത്തിട്ട്
അയാളുടെ സ്വഭാവ സവിശേഷതകൾ ഇങ്ങനെ ഒരു ക്വാളിറ്റീസ് ചിലപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അതിനനുസരിച്ചിട്ടാണോ അയാളുടെ സ്വഭാവം എന്നുള്ളതിന്റെ ബിഹേവിയർ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. ദെൻ ഓരോ പോയിന്റ്സിൽ എന്താണ് നമ്മൾ ഡോട്ട് പോകും. ദെൻ അതിനുശേഷം ഡോട്ട് എല്ലാ ക്വാളിറ്റീസും കംപ്ലീറ്റ് ചെയ്തതിനു ശേഷമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഈ ആക്സിസിൽ നിന്ന് ഓരോ പോയിന്റ്സിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് അതാണ് എന്ത് വരയ്ക്കുന്നത്, ആ ഗ്രാഫ് കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ എന്ത് കിട്ടും, നമുക്കൊരു ഷേപ്പ് കിട്ടും. ഷേപ്പ് ബെൽ ഷേപ്പിലോ അല്ലെങ്കിൽ സിമെട്രിക്കൽ ഷേപ്പ് ആണെങ്കിൽ എന്താണ്, അയാളുടെ നോർമൽ സ്വഭാവ സവിശേഷതയാണ് അല്ലെ, എല്ലാ ക്വാളിറ്റീസും അടങ്ങിയ ഒരു നോർമൽ സ്വഭാവ സവിശേഷതയുള്ള ഒരു വ്യക്തിയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇത് ശരിക്കും ഈ പ്രോബബിലിറ്റി കർവിന്റെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡീസ് ഒക്കെ ഉണ്ട്. നമ്മൾക്ക് ഇവിടെ ജസ്റ്റ് അതിന്റെ ഒരു കാര്യം മാത്രം മെൻഷൻ ചെയ്തിട്ടുള്ളൂ, നമ്മളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോ ഫസ്റ്റ് നേച്ചറിൽ വരുമ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ട്രേറ്റ്സ് എല്ലാ മനുഷ്യരിലും എന്തായിരിക്കും, സ്വഭാവത്തിന്റെ സാധാരണ സവിശേഷതകള് എല്ലാവരിലും ഉണ്ടായിരിക്കും. മനസ്സിലായോ? അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വെച്ചിട്ട് ബുദ്ധിമുട്ടായിരിക്കും, എങ്കിലും കാര്യം പിടിയിട്ടോ നിങ്ങൾക്ക്. കർവ് എന്താണെന്നുള്ളത് മനസ്സിലായോ? Yes. അടുത്തത്, there exists both inter-individual and intra-individual differences. നമ്മൾ മനുഷ്യർക്ക് രണ്ട് രീതിയിലുള്ള സ്വഭാവങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് അറിയാമോ? രണ്ട് രീതിയിലുള്ള സ്വഭാവങ്ങള്. ഒന്ന് ഉള്ളിലുണ്ട്, ഒരെണ്ണം പുറമേ ഉണ്ട് അല്ലെ. നിങ്ങൾ അങ്ങനെയല്ലേ? നിങ്ങളിപ്പോ വീട്ടിലിരിക്കുന്ന ബിഹേവിയർ അല്ല ക്ലാസ്സിൽ കാണിക്കുന്നത് അല്ലെ. വീട്ടിലുള്ള ബിഹേവിയർ ആണോ ക്ലാസ്സിൽ കാണിക്കുന്നത്? അല്ല. അപ്പൊ അതിനെന്ത് പറയും? ഇന്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റർ ഉള്ളിൽ. അപ്പൊ ഇന്റർ ഇൻഡിവിജ്വൽ ഉണ്ട്, നമ്മൾ ഉള്ളിൽ വേറൊരു സ്വഭാവം ഉണ്ട്. അതേപോലെ ഇൻട്രാ മീൻസ് പുറമേ നമുക്കൊരു സ്വഭാവം. അപ്പൊ രണ്ട് ഡിഫറൻസ്, നമ്മളുടെ ഒരു പേഴ്സണിൽ തന്നെ രണ്ട് സ്വഭാവങ്ങൾ വരുന്നുണ്ട്. ഒന്ന് ഇൻട്രാ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ട്, ഇന്റർ ഇൻഡിവിജ്വൽ ഡിഫറൻസസും വരുന്നുണ്ട്. Individuals not only differ among themselves with regard to a specific trait, but difference may also be noticed within the same individual when he is studied in respect of various traits. ഇവിടെ പറയുന്നത് എന്താണ്? ഇപ്പൊ നമ്മള് രണ്ട് സ്വഭാവങ്ങൾ, ഇപ്പൊ പുറമേ കാണിക്കുന്ന സ്വഭാവങ്ങളിൽ വ്യത്യസ്തമായിരിക്കും നമ്മൾ കാണിക്കുന്നത് അല്ലെ. പുറമേ ഉള്ള ബിഹേവിയർ, അതായത് നമ്മള് സന്ദർഭോചിതമായിട്ടായിരിക്കും പെരുമാറുന്നത് അല്ലെ. ഇപ്പൊ ഒരു സ്കൂൾ അല്ലെങ്കിൽ ഒരു ഓഫീസൊക്കെ ആണെങ്കിൽ എന്താണ്, നമുക്ക് എങ്ങനെയുള്ള ഒരു നേച്ചറാണ് നമ്മൾ കാണിക്കുന്നത്, വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് വളരെ എന്താ പറയാ നല്ലൊരു സവിശേഷതയുള്ള ഒരു പേഴ്സൺ ആണെന്ന് കാണിക്കുന്ന രീതിയിലായിരിക്കും നമ്മൾ ബിഹേവ് ചെയ്യുന്നത് അല്ലെ. നമ്മൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്. ഇനി നമ്മളിപ്പോ വീട്ടിലോ അല്ലെങ്കിൽ നമ്മൾ ആരും ഇല്ലാത്ത സമയത്തും നമ്മളുടെ ബിഹേവിയറിന് വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ, അവിടെ നമ്മള് വേറെ ബൗണ്ടറീസ് ഇല്ല, ലിമിറ്റേഷൻസ് ഇല്ല, അവിടെ ഒന്നുമില്ല. അപ്പൊ നമ്മൾക്ക് ഉള്ളിലുള്ള ഒരു സ്വഭാവം അപ്പോഴും പുറത്തേക്ക് വരുന്നു. ഓക്കെ, രണ്ട് രീതിയിൽ നമുക്ക് സ്വഭാവ സവിശേഷതകൾ പറയാം. ഒന്ന് ഉള്ളിലൊരു സ്വഭാവം ഇന്റർ ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ഇൻട്രാ ഇൻഡിവിജ്വൽ ഉണ്ടായിരിക്കും. യെസ്, അപ്പൊ ഇതിൽ രണ്ടിനും എന്താണ്, രണ്ട് വ്യത്യസ്ത സ്വഭാവങ്ങളാണ്. പുറമേ കാണിക്കുമ്പോൾ വേറൊരു രീതി, അകത്ത് എന്തായിരിക്കും വേറൊരു രീതി. ഓക്കെ, അപ്പൊ രണ്ട് കാറ്റഗറീസ് അവിടെ വരുന്നുണ്ട്. യെസ്, അതായത് സെയിം ഇൻഡിവിജ്വലിന് തന്നെ എന്ത് വരുന്നുണ്ട്, രണ്ട് സ്വഭാവങ്ങൾ വരുന്നുണ്ട് അല്ലെ, രണ്ട് ഡിഫറൻസസ് വരുന്നുണ്ട്. അതാണ് എന്ത്, ഇന്റർ ആൻഡ് ഇൻട്രാ എന്ന് പറയുന്നത്. ഇന്റർ ഇൻഡിവിജ്വൽ ഡിഫറൻസസ്, ഇൻട്രാ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? Yes, miss. അടുത്തത് എഡ്യൂക്കേഷൻ സിഗ്നിഫിക്കൻസ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. എഡ്യൂക്കേഷൻ സിഗ്നിഫിക്കൻസ് ഓഫ് ഇൻഡിവിജ്വൽ, നമ്മുടെ വിദ്യാഭ്യാസത്തില് ഇൻഡിവിജ്വൽ ഡിഫറൻസസിന് ഒരു പ്രാധാന്യം ഉണ്ടോ? വിദ്യാഭ്യാസത്തില് ഉണ്ട് അല്ലെ. നമ്മള് knowledge of individual differences of pupil is a enormous significance to the teacher. Understanding and appreciation of individual differences among pupils are rudimentary to providing each and every pupil with an apt educational experience geared to his potentialities, interests, and experimental background. Okay, knowledge of individual differences of pupil is of an enormous significance to the teacher. ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, വിദ്യാർത്ഥികളുടെ വ്യക്തിവ്യത്യാസങ്ങളെ കുറിച്ചിട്ട് അവർക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അല്ലെ.
നമ്മുടെ കുട്ടികളെ പഠിക്കാൻ പോകുന്ന സമയത്ത് അവിടെ ഇൻഡിവിജ്വൽ ഡിഫറെന്റ് ആണെന്നുള്ളത് നമ്മൾ പൂർണ്ണമായി മനസ്സിലാക്കുക. ഒരു കുട്ടിക്കുള്ള കഴിവ് മറ്റൊരു കുട്ടിക്ക് ഉണ്ടായിരിക്കണമെന്നില്ല, അവനുള്ള കഴിവ് മറ്റൊരാൾക്ക്. അപ്പൊ എൻറ്റയർലി എല്ലാവരും എന്താണ്, പേഴ്സണാലിറ്റി വൈസ് എല്ലാവരും വ്യത്യസ്തരാണെന്ന ഒരു കോൺസെപ്റ്റ് അധ്യാപകൻ ആദ്യം മനസ്സിലാക്കിയിരിക്കണം. വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒന്ന് തന്നെയാണ് കുട്ടികളുടെ ഇൻഡിവിജ്വലി ഡിഫറൻസസ് മനസ്സിലാക്കുക എന്നുള്ളത്. Then understanding and appreciation of individual differences among pupils are rudimentary to provide each and every pupil with the educational experience geared to his potentiality, interests and experimental background. അപ്പൊ നമ്മള് ആ ഒരു ഇൻഡിവിജ്വൽ ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കാരണം എന്തുകൊണ്ടാണ് ഒരു നല്ലൊരു എഡ്യൂക്കേഷൻ എക്സ്പീരിയൻസിൽ അല്ലെങ്കിൽ നല്ലൊരു അക്കാദമിക് ഇയറിലെ കുട്ടികളിലെ പല പൊട്ടൻഷ്യാലിറ്റീസ് ഉള്ള കുഞ്ഞുങ്ങളുണ്ടാവും, ഇൻട്രസ്റ്റസ് അല്ലെങ്കിൽ പല എക്സ്പീരിമെന്റൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടികളുണ്ടാവും, അല്ലെ പല പല കഴിവുകളുള്ള കുട്ടികളാണ്. ഒരു കഴിവുള്ള കുട്ടികൾ മാത്രമല്ല സ്കൂളിൽ ജോയിൻ ചെയ്യുന്നത്, അല്ലെ ഡിഫറെന്റ് ഡൈവേഴ്സ് ആയിട്ടുള്ള നേച്ചറുള്ള കുട്ടികൾ. ഡൈവേഴ്സ് നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, വൈവിധ്യമാർന്ന കഴിവുള്ളവർ, അല്ലെ വൈവിധ്യമാർന്നിട്ടുള്ള നേച്ചറാണ് നമ്മുടെ ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത് തന്നെ. ഓക്കെ, അപ്പൊ അത്തരം ക്വാളിറ്റീസ് എല്ലാത്തിലും വ്യത്യസ്തതയുണ്ടെന്ന് ആദ്യം അധ്യാപകർ തിരിച്ചറിയാം. ഓക്കെ, then the democratic approach in education anticipates equal education opportunities for all. ഈ വ്യത്യാസങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മുടെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എല്ലാ കുട്ടികൾക്കും നിർബന്ധിത വിദ്യാഭ്യാസം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെ വിദ്യാഭ്യാസത്തിനുള്ള ഒരു അവകാശം എന്താണ്, എല്ലാ അവസരങ്ങളും കുട്ടികൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഏകദേശം ഒരു 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെ നമ്മൾ ഇന്ത്യൻ ഭരണഘടനയിൽ എന്ത് സൂചിപ്പിക്കുന്നുണ്ട്, നിർബന്ധിത വിദ്യാഭ്യാസം, അല്ലെ നിർബന്ധിതമായിട്ടുള്ള വിദ്യാഭ്യാസം കുട്ടികൾക്ക് ആ ഒരു അവസരം നമ്മൾ കൊടുക്കുന്നുണ്ട്. നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം എടുത്തു പറയുന്നതാണ്, അല്ലെ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ. ഓക്കെ, പഠിച്ചിട്ടില്ലേ നിങ്ങളത്? ഇന്ത്യൻ ഭരണഘടനയില് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്താണ്, നമ്മൾ അവിടെയും വ്യത്യാസങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. കുട്ടികളില് പലതരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ടെന്ന് തിരിച്ചറിയുക. Equal education opportunities does not inevitably mean same education opportunity that may really promote greater inequality. എന്താ പറയുന്നത്, ഈക്വൽ എഡ്യൂക്കേഷൻ എന്താണ്? ഈക്വൽ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ തുല്യമായ വിദ്യാഭ്യാസം, എല്ലാവർക്കും ഒരേപോലെ ഈക്വൽ ആയിട്ടുള്ള തുല്യമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്യുക. അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെ അല്ലെ. അതോടൊപ്പം തന്നെ എന്താണ്, സെയിം എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റി ദാറ്റ് മേ റിയലി പ്രൊമോട്ട് ഗ്രേറ്റർ ഇക്വാലിറ്റി. അപ്പൊ നമ്മള് ഒരേ രീതിയിൽ വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവിടെ എന്താണ് ഇല്ലാണ്ടായി മാറുന്നത്, ഇക്വാലിറ്റി ഇല്ലാതെ പോകുന്നത്. ഇക്വാലിറ്റി മീൻസ് എന്താണ്, അസമത്വം, അല്ലെ നമ്മൾ ഒരേപോലെ സമത്വപരമായിട്ട് കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഒരേ മാനറിൽ കൊടുക്കുന്ന സമയത്ത് ഈക്വൽ എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ അവിടെ ഇല്ലാണ്ടാവുന്ന എന്താണ്, ഇൻഇക്വാലിറ്റി അവിടെ ഇല്ലാതാവുന്നത്, അല്ലെ അസമത്വം ഇല്ലാതാവുകയാണ്. ഓക്കെ, യെസ്, അതായത് ആർക്കും നമ്മൾ ഇവിടെ വിദ്യാഭ്യാസം നിഷേധിക്കുന്നില്ല, അല്ലെ അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം എന്താണ്, സമത്വം എന്ന വികാരം അവിടെ ഊട്ടിയുറപ്പിക്കാൻ, സമത്വം എന്ന അവകാശം, റൈറ്റ് ടു ഇക്വാലിറ്റി എന്നൊരു അവകാശം നമ്മൾ അവിടെ ഊട്ടിയുറപ്പിക്കുകയാണ്. Then rather it means the best education for the each child. അപ്പൊ നമ്മള് ഇൻഇക്വാലിറ്റി ഈക്വൽ എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതിന് ഏറ്റവും അർത്ഥവത്തായ ഒരു കാര്യം എന്താണ്, rather means best education for each child. നമ്മുടെ എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യമായ വിദ്യാഭ്യാസം കൊടുക്കുന്നതിന്റെ പ്രഥമ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാ കുട്ടികൾക്കും ഒരു കുട്ടിക്ക് പോലും നമ്മൾ എന്താണ് വിദ്യാഭ്യാസം നിഷേധിക്കുന്നില്ല. മീൻസ് ദ ബെസ്റ്റ് എഡ്യൂക്കേഷൻ ഫോർ ഈച്ച് ചൈൽഡ്. അപ്പൊ നല്ലൊരു വിദ്യാഭ്യാസം കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഈക്വൽ എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതിന്റെ പൊരുൾ എന്ന് പറയുന്നത്. ഓക്കെ, there is nothing so unlike the equal treatment of unequals. എന്താണ്, there is nothing so unlike the equal treatment of unequals എന്ന് പറഞ്ഞാൽ ഓരോ കുട്ടിയും എന്ന് പറഞ്ഞ എന്താണ്, ഈക്വൽ ട്രീറ്റ്മെന്റ് ഓഫ് അൺഈക്വൽസ് എന്ന് പറഞ്ഞ എന്താ, വ്യത്യസ്തരായവർക്ക് ഒരേ രീതിയിൽ എഡ്യൂക്കേഷൻ കൊടുക്കുക. വ്യത്യസ്തരായ കുട്ടികൾക്ക് നമുക്ക് ഒരേ രീതിയിലുള്ളതാണ് ഈക്വൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എന്താ പറയാ ഇക്വാളിറ്റി ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഒരേ രീതിയിൽ നമ്മൾ വിദ്യാഭ്യാസം കൊടുക്കാൻ ശ്രമിക്കുക. Then pedocentric education
മേക്സ് പ്രോപ്പർ മാനേജ്മെന്റ് ഫോർ ചൈൽഡ്സ് എഡ്യൂക്കേഷൻ. എന്താണ് പെഡോസെൻട്രിക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്? പെഡോസെൻട്രിക് എന്താണ്? പെഡോ ആരാണ്? കുട്ടികൾ. ഉഷാനിൽ പെഡോസെൻട്രിക് എഡ്യൂക്കേഷൻ അതെനിക്ക് മനസ്സിലായില്ല. ഒന്ന് വായിച്ചു നോക്കൂ. ലാസ്റ്റ് സെന്റൻസ് കംപ്ലീറ്റ് വായിച്ച് മനസ്സിലാവും. ചൈൽഡ് എഡ്യൂക്കേഷന്റെ ആണോ മിസ്സേ പറഞ്ഞത്? അല്ല, ചൈൽഡ് എഡ്യൂക്കേഷൻ. പെഡോ എന്ന് ഉദ്ദേശിക്കുന്ന ആരാണ് നമ്മള്? പെഡോ കുട്ടികളെയാണോ മിസ്സേ? ചെറിയ കുട്ടികളെ. ചൈൽഡ് സെൻട്രിക് വിദ്യാഭ്യാസമാണ്. ചൈൽഡ് സെൻട്രിക് വിദ്യാഭ്യാസം. പെഡോസെൻട്രിക് എഡ്യൂക്കേഷൻ മേക്ക് എ പ്രോപ്പർ അറേഞ്ച്മെന്റ് ഫോർ ചൈൽഡ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ എന്താ? കേന്ദ്രീകൃതമായിട്ടുള്ള വിദ്യാഭ്യാസം, ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് ശരിയായ ക്രമീകരണങ്ങൾ കൊടുക്കും. പ്രോപ്പർ അറേഞ്ച്മെന്റ്സ്. അപ്പൊ നമ്മള് ഒരു കുട്ടി കേന്ദ്രീകൃത വിദ്യാഭ്യാസം കൊടുക്കുകയാണെങ്കിൽ എന്താണ്? ഒരു പ്രോപ്പർ ആയിട്ട് അത് ക്രമീകൃതമായിട്ടുള്ള സിസ്റ്റമാറ്റിക് വേയിലാണ് നമ്മൾ കുട്ടിക്ക് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, കുട്ടി കേന്ദ്രീകൃതം. കുട്ടിയാണ് അവിടെ എന്താ സെൻട്രിക് എന്ന് പറയുന്നത്. കുട്ടി കേന്ദ്രീകൃതമായ ഒരു പഠനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പ്രോപ്പർ അറേഞ്ച്മെന്റ്സിലൂടെ, ക്രമീകൃതമായിട്ടുള്ള അറേഞ്ച്മെന്റ്സിലൂടെയാണ് ആ വിദ്യാഭ്യാസം കുട്ടികളെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. Analyzing the particular nature and special abilities. Pedocentric education makes proper arrangements for child's education, analyzing the peculiar nature and special abilities. എന്താണ് peculiar nature and special abilities എന്ന് പറയുന്നത്? ഇത് നമ്മൾ ഈ പെഡോസെൻട്രിക് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ കുട്ടിയുടെ പ്രത്യേക സ്വഭാവങ്ങളും പ്രത്യേക കഴിവുകളും എത്രത്തോളം ആണെന്ന് നമ്മൾക്ക്, അല്ലെങ്കിൽ എന്തൊക്കെ അബിലിറ്റീസ് ഉണ്ട്, എന്തൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള കുട്ടികളുടെ അബിലിറ്റീസ്, സ്വഭാവം, സവിശേഷതകൾ ഉണ്ടെന്ന് നമുക്ക് പെഡോസെൻട്രിക് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ കൃത്യമായ രീതിയിലുള്ള ക്രമീകരണങ്ങളോടുകൂടിയുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് വഴി എന്താണ് കുട്ടികളിൽ എത്രത്തോളം കഴിവുകൾ ഉണ്ടെന്ന് നമുക്ക് വിശകലനം ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, യെസ്. ഇനി ലാസ്റ്റ് എന്താ പറയുന്നത്? ഇൻ എ ഡെമോക്രാറ്റിക് കൺട്രി എവറി ഇൻഡിവിജ്വൽ ഹാസ് റൈറ്റ് ടു അറ്റൈൻ എ ഡെഫിനിറ്റ് ലെവൽ ഓഫ് ഡെവലപ്മെന്റ്. ഇൻ എ democratic country every individual has right to attain a definite level of development. എന്താ പറയുന്നത്? ഒരു ജനാധിപത്യ രാജ്യത്ത് എന്താണ്? ജനാധിപത്യ രാജ്യത്തെ എല്ലാ മനുഷ്യർക്കും ഈക്വൽ ആയിട്ടുള്ള ഒരു ലെവൽ ഓഫ് ഡെവലപ്മെന്റ്, അതായത് എല്ലാവർക്കും ഒരു നല്ലൊരു വികസനം കൈവരിക്കുന്നതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അല്ലെ? ഒരു വ്യക്തിക്ക് നിശ്ചിത തല വികസനത്തിനുള്ള അവകാശമുണ്ട് അല്ലെ? ഏതൊരു ഇൻഡിവിജ്വലിൽ എടുത്താൽ പോലും എന്താണ്? പ്രോപ്പർ എഡ്യൂക്കേഷൻ കൊടുത്തുകൊണ്ട് തന്നെ എന്തിനാണ് കൊടുക്കുന്നത്? അവനൊരു നല്ല ഡെവലപ്മെന്റ്സ് ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മള് വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇന്ത്യൻ ജനാധിപത്യ രാജ്യത്ത് ഓരോ ഇൻഡിവിജ്വൽസിനും എന്താണ്? ഒരു ഡെഫിനിറ്റ് ലെവൽ ഓഫ് ഡെവലപ്മെന്റിന് വേണ്ടി, അതായത് ഒരു നിശ്ചിത അളവിലുള്ള ഒരു വികസനം കൈവരിക്കാനുള്ള അവകാശം ഉണ്ട്. ഓക്കെ, അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? എഡ്യൂക്കേഷൻ സിഗ്നിഫിക്കൻസ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. അതായത് വിദ്യാഭ്യാസത്തിലെ ഇൻഡിവിജ്വൽ ഡിഫറൻസിന്റെ പ്രാധാന്യം. നമ്മള് ഇവിടെ വിദ്യാഭ്യാസത്തില് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് നോക്കുന്നില്ല. കാരണം എല്ലാവർക്കും ഒരേപോലെ വ്യത്യാസമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാവരും വ്യത്യസ്തരാണ്, പക്ഷെ എന്താണ്? ഒരേപോലെ ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ പറയുന്നത് എന്താണ്? അധ്യാപകര് കുട്ടികളുടെ ഇൻഡിവിജ്വൽ നേച്ചറിനെ മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാ കുട്ടികളിലും വ്യത്യാസങ്ങളുണ്ടെന്ന് അധ്യാപകരെ മനസ്സിലാക്കുക. പിന്നെ പെഡോസെൻട്രിക് ആയിട്ടുള്ള അപ്രോച്ചിലൂടെ, അല്ലെങ്കിൽ പെഡോസെൻട്രിക് കുട്ടി കേന്ദ്രീകൃതമായ വിദ്യാഭ്യാസ പദ്ധതി അല്ലെ, അത് പ്രോപ്പർ അറേഞ്ച്മെന്റ്സിലൂടെ ആയിരിക്കാം വിദ്യാഭ്യാസ പദ്ധതി ഉണ്ടായിരിക്കുക. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് എത്രത്തോളം കഴിവുകളും സവിശേഷതകളും ഉണ്ടെന്ന് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. പിന്നെ എന്താ പറയുന്നത്? എല്ലാ കുട്ടികളിൽ വ്യത്യസ്തമായിട്ടുള്ള കഴിവുകൾ അടങ്ങിയിട്ടുള്ളവരാണ്. Then in a democratic country, every individual has the right to attain a definite level of development. ജനാധിപത്യ രാജ്യത്ത് എന്താണ്? ഒരു നിശ്ചിത തലത്തിലുള്ള ഡെവലപ്മെന്റ് കൈവരിക്കാൻ എല്ലാ പൗരന്മാർക്കും, എല്ലാ ഇൻഡിവിജ്വൽസിനും അവകാശമുണ്ട്. ഓക്കെ, യെസ്. എന്താണ് എഡ്യൂക്കേഷൻ സിഗ്നിഫിക്കൻസ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന് പറയുന്നത്? ഇനി ലാസ്റ്റ് ഭാഗം ഏരിയാസ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. ഏതൊക്കെ മേഖലയിലാണ്, ഏതൊക്കെ ഏരിയാസിലാണ് നമുക്ക് വ്യക്തി വ്യത്യാസങ്ങളുള്ളത്?
Human beings are found different from each other and among themselves in the following dimensions. ഇപ്പൊ നമ്മൾ പല ഡയമെൻഷൻസിൽ നമുക്ക് വ്യത്യാസമുണ്ട് പല കാര്യങ്ങളിൽ. എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും നമുക്ക് വ്യത്യാസമുള്ളത്? ഒന്ന്, ഡിഫറൻസസ് ഇൻ ഫിസിക്കൽ ട്രേറ്റ്സ്, mental difference, differences in motor ability, differences in interest and aptitude, and different in attitude and emotional difference. ഇതൊക്കെയാണ് ഡിഫറൻസ് ഇൻ ഫിസിക്കൽ ട്രേറ്റ്സ്. നമ്മുടെ എന്താണ് ശാരീരികമായിട്ടുള്ള സവിശേഷതകൾ വ്യത്യാസമുണ്ട്. ഇതൊക്കെയാണ് intelligence vary height, weight, color of skin, color of eye and hair size, and hand sizes, mouth and nose, facial expression, mannerism of speech and walk, hairstyle, etc. ഫിസിക്കൽ ആയിട്ടുള്ള സവിശേഷതകൾ എന്തൊക്കെ വ്യത്യാസമുണ്ട് നമുക്ക്? വെയിറ്റ്, ഓരോരുടെ കളറ്, സ്കിൻ കളറ്, പിന്നെ കണ്ണിലെ വ്യത്യാസങ്ങൾ, പൂച്ചക്കണ്ണ്, നീലക്കണ്ണുള്ള ആൾക്കാരുണ്ട്, ഹെയറിൽ വ്യത്യാസം, ചുരുള മുടി, നീളം മുടി, രണ്ടും മിക്സ് ചെയ്തിരിക്കുന്ന മുടി ഉണ്ടാവും, മൗത്തിൽ വ്യത്യാസം ഉണ്ടാവും, നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസിൽ വ്യത്യാസം ഉണ്ടാവും, മാനറിസത്തിൽ വ്യത്യാസം ഉണ്ടാവും, പറയുന്ന സ്പീച്ചില്, നടത്തത്തില്, ഹെയർ സ്റ്റൈലൊക്കെ എന്താണ് ഫിസിക്കലി വ്യത്യാസം ഉണ്ട് നമ്മൾ അല്ലെ. ഫിസിക്കൽ ട്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ കാണാം ഡിഫറൻസസ് ഇൻ. അപ്പൊ ആദ്യത്തെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഡിഫറൻസസ് ഇൻ ഫിസിക്കൽ ട്രേറ്റ്സ്. മനസ്സിലായോ അത്? Yes, Miss. Yes. Second one, mental differences. People differ in intellectual abilities and capacities such as reasoning and thinking power, imagination, creative expression, concentration, etc. People differ in the normal intelligence on the basis of their IQ. Differences: they are normally classified as idiot, imbecile, moron, borderline, very superior, and genius. Okay. In mental differences, നമ്മൾ എല്ലാവരും വ്യത്യസ്തരാണ് അല്ലെ. People differ in intellectual abilities. നമ്മളുടെ വൈജ്ഞാനികപരമായിട്ടുള്ള കാര്യം നമ്മൾ വ്യത്യസ്തരാണ്. അതായത് റീസണിങ് കപ്പാസിറ്റി, തിങ്കിങ് പവർ, ഇമാജിനേഷൻ പവർ, ക്രിയേറ്റീവ് എക്സ്പ്രഷൻ, കോൺസെൻട്രേഷൻ, ഇവരിലെല്ലാം എന്താണ് നമ്മൾ ഓരോരുത്തരും പല അളവാണ് അല്ലെ. ഒരേ കഴിവ് എല്ലാവർക്കും ഉണ്ടെങ്കിലും അളവിൽ വ്യത്യാസമുണ്ട്. Then people differ in their normal intelligence. ഇനി നമ്മൾ ഇന്റലിജൻസിന്റെ ബേസിസിൽ നമ്മളെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതായത് ഹൈ ഇന്റലിജൻസ് ഉള്ളവരുണ്ട്, ക്രിയേറ്റീവ് ഇന്റലിജൻസ് ഉള്ളവരുണ്ട്. അങ്ങനെ ഇന്റലിജൻസിന്റെ ബേസിസിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ IQ എന്ന് പറയുന്നത് എന്താണ്? ഇന്റലിജന്റ് കോഷ്യന്റ് എന്നാണ് അതിനെ പറയുന്നത്. ഇന്റലിജൻസ് കോഷ്യന്റ് എഴുതി വെച്ചോളൂ കേട്ടോ. IQ മീൻസ് ഇന്റലിജന്റ് കോഷ്യന്റ്. IQ കണ്ടുപിടിച്ചത് ആരാണ്? IQ കണ്ടുപിടിച്ചത് ആരാണ് അറിയാമോ? IQ കണ്ടുപിടിച്ചത് ആരാണെന്ന് അറിയാമോ? ആൽഫ്രഡ് ബിനെറ്റ് ആണ് കേട്ടോ. ആൽഫ്രഡ് ബിനെറ്റ് ആണ് IQ കണ്ടുപിടിച്ചത്. ഓക്കെ. ഇന്റലിജൻസ് കോഷ്യന്റ് എഴുതാത്തവർ എക്സ്പ്ലനേഷൻ അവിടെ എഴുതി വെച്ചോളൂ കേട്ടോ. എക്സ്പാൻഷൻ എഴുതി വെച്ചോളൂ. ഇന്റലിജൻസ് INTELLIGENCE ഇന്റലിജൻസ്. കോഷ്യന്റ് QUOTIENT ഇന്റലിജൻസ് കോഷ്യന്റ് IQ. അതിന്റെ ഷോർട്ടാണ് നമ്മൾ IQ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാണ് IQ കണക്കാക്കുന്നത്? നമ്മള് to estimate a person intelligence. To estimate a person intelligence. ഒരു വ്യക്തിയുടെ ഇന്റലിജൻസ് അളക്കുന്നതിന് വേണ്ടി, ബുദ്ധി അളക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മെഷർ ചെയ്യുന്ന ഒരു ടൂളാണ് IQ എന്ന് പറയുന്നത്. Okay. എഴുതിയോ അത്? Yes, Miss. Yes. Excuse me, Miss. Alfred again. Spell. ഒരു മിനിറ്റ്. ആൽഫ്രഡ് ആണോ ആൽബർട്ട് ആണോ? ആൽഫ്രഡ് ബിനെറ്റ്. ആൽഫ്രഡ് ALFRED BINET ബിനെറ്റ്. എഴുതിയോ?
Okay. Okay. Yes. യെസ്. അപ്പൊ ഇവിടെ നോക്കൂ, ഈ ഐക്യൂന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഇന്റലിജന്റ് കോൺഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. നമ്മൾക്ക് ഓരോരുത്തർക്കും ഇന്റലിജൻസ് വ്യത്യാസമായിരിക്കുള്ളൂ. ആവറേജ് ഉള്ളവരുണ്ടാവും, എബവ് ആവറേജ് ഉള്ളവരുണ്ടാവും, സുപ്പീരിയർ ആയിട്ടുള്ളവരുണ്ടാവാം, ഹൈ ആവറേജ് കാറ്റഗറിയിൽ വരുന്നവരുണ്ടാവാം. വെരി സുപ്പീരിയർ എന്ന് പറയുന്നത് 130 ആയിരിക്കും ഐക്യു. ഒരാളുടെ ഐക്യു എന്ന് പറയുന്നത് 130 ആയിരിക്കുള്ളൂ. പിന്നെ സുപ്പീരിയർ എന്ന് പറയുമ്പോൾ എന്താണ് 120 മുതൽ 130 വരെ ആയിരിക്കുള്ളൂ സുപ്പീരിയർ വരുന്നത്. പിന്നെ ഹൈ ആവറേജ് ഉള്ള ഐക്യു എന്ന് പറയുന്നത് 110 മുതൽ 119 വരെയുള്ളതാണ് ഹൈ ആവറേജ്. ആവറേജ് ഇന്റലിജൻസ് എന്ന് പറയുന്നത് എത്രയാണെന്ന് അറിയാമോ? ആവറേജ് ഇന്റലിജൻസ് 90 മുതൽ 109 വരെ കേട്ടോ. 90 മുതൽ 109 വരെയാണ് നമുക്ക് ആവറേജ് ആയിട്ടുള്ള ഇന്റലിജൻസ്, ആവറേജ് ബുദ്ധിയുള്ളവര്. മനസ്സിലായോ? ഓക്കെ. ഇനി 80 മുതൽ 81 വരെയാണ് എന്ത്? 89 വരെയാണ് ലോ ആവറേജ് ഉള്ളവര്. 80 മുതൽ 89 വരെയാണ് ലോ ആവറേജ് ഉള്ളത്. ഇനി ബോർഡർ ലൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐക്യുവിന്റെ ബുദ്ധിപരമായിട്ട് കുറവുള്ള ആൾക്കാര് 70 മുതൽ 79 വരെ. ഇനി ബിലോ 70, 70 ശേഷം എങ്ങനെയുള്ള ആൾക്കാരായിരിക്കും? മെന്റലി ചാലഞ്ചഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും കേട്ടോ. റിട്ടാർഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മെന്റലി ഡിസേബിൾ ആയിട്ടുള്ള ആൾക്കാരായിരിക്കുള്ളൂ ബിലോ 70 വരുന്ന, 70 താഴെ വരുന്ന ആൾക്കാർ. 70 താഴെ വരുന്ന ആൾക്കാർ. ഓക്കെ. യെസ്. അപ്പൊ ഇവിടെ നമ്മുടെ ഐക്യൂന്ന് ഇവിടെ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് കുറച്ച് കാര്യങ്ങളുണ്ട്. നോർമലി ക്ലാസിഫൈഡ് ആസ് ഇഡിയറ്റ്. ഇഡിയറ്റ് എന്ന് പറഞ്ഞാൽ എത്ര കാറ്റഗറി ഉണ്ടാവും? എത്ര ഉണ്ടാവില്ല ഇന്റലിജൻസ് എന്ന് പറയാമോ? ഇഡിയറ്റ് Below 70. ബിലോ 70 ഇഡിയറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ശരിക്കും 25 ആണ് ഐക്യു. 25 ആയിരിക്കുള്ളൂ ഇഡിയറ്റ്സിന് വരുന്നത്. തീവ്രമായിട്ട് ഈ അമിതമായിട്ടുള്ള ഉപദ്രവകാരികളായിട്ടുള്ള ആൾക്കാരൊക്കെ അവരൊക്കെ 25 ആയിരിക്കുള്ളൂ. 25 താഴെ ആയിരിക്കുള്ളൂ ഐക്യു വരുന്നത്. ഇമ്മീസിബിൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇമ്മീസൈൽ ഇങ്ങനെയുള്ള ആൾക്കാരായിരിക്കും. അതും ബുദ്ധി കുറഞ്ഞവരാണ്. ബുദ്ധി കുറഞ്ഞവരാണ് അല്ലെ? മോറോൺസ് അതും അതൊക്കെ തന്നെ. ഇനീസിൽ എന്ന് പറയുമ്പോൾ നമ്മൾ നിഷ്കളങ്കരുടെ കാറ്റഗറിയിൽ പെടുത്തുന്നു. പിന്നെ മോറോൺ എന്ന് പറയുന്നത് കൂട്ടബുദ്ധികൾ എന്ന് പറയും. കൂട്ടബുദ്ധികള്. ബോർഡർ ലൈൻ എന്ന് പറയുമ്പോൾ എന്താണ്? ബോർഡർ ലൈൻ എന്നാലും കുറച്ചുണ്ടാവും ബുദ്ധി. പിന്നെന്താണ്? വെരി സുപ്പീരിയർ ആൻഡ് ജീനിയസ്. വെരി സുപ്പീരിയർ എന്ന് വെച്ചാൽ ഐക്യു 140, 130 മേളിലായിരിക്കും. ഓക്കെ. യെസ്. അങ്ങനെയാണ് നമ്മൾ ഐക്യു ക്ലാസിഫൈ ചെയ്യുന്നത്. ഒരുപാട് കാറ്റഗറീസ് അതിന് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഇത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? ഏരിയാസ് ഓഫ് മെന്റൽ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ കാറ്റഗറിയാണ് എന്ത്? മെന്റൽ ഡിഫറൻസ്. അപ്പൊ നമ്മൾ മാനസികമായിട്ട് നമ്മളുടെ വ്യത്യാസങ്ങളുണ്ട്. എന്തൊക്കെയാണ്? തിങ്കിങ് പവറില്, റീസണിങ്ങില്, ഇമാജിനേഷൻ, ക്രിയേറ്റീവ് എക്സ്പ്രഷൻ, കോൺസെൻട്രേഷൻ തുടങ്ങി ഇന്റലിജൻസ് ബേസിസിൽ വരെ നമ്മളുടെ എന്തുണ്ട്? വ്യത്യാസങ്ങളുണ്ട്. ഇപ്പൊ നമ്മുടെ ഈ സ്പോർട്സ് താരങ്ങളൊക്കെ ഏത് ഇന്റലിജൻസ് ബേസിലായിരിക്കും എന്നറിയോ? സ്പോർട്സ് താരങ്ങള് അതായത് നമ്മൾക്ക് ഇന്റലിജൻസ് തിയറിയില് 9 തിയറീസ്, 9 ഇന്റലിജൻസ് ക്വാളിറ്റീസ് പറയുന്നതിൽ 9ാമത്തെ പറയുന്ന ഒരു ഇതാണ് ബോഡിലി കൈനസ്റ്റിക് എന്ന് പറഞ്ഞ ഒരു ഇന്റലിജൻസ്. അതാണ് നമ്മുടെ സ്പോർട്സ് താരങ്ങൾക്കുള്ളത്. ഫിസിക്കലി ഏബിൾ ആയിരിക്കും അവർ എപ്പോഴും. അതേപോലെ മ്യൂസിക് ഇന്റലിജൻസ് ഉള്ളവര് ഏത് കാറ്റഗറിയിൽ വരും? മ്യൂസിക് ഇന്റലിജൻസ് ഉള്ളവര് ഏത് കാറ്റഗറിയിൽ വരും? പാട്ട് പാടുന്നവർക്ക് മ്യൂസിക്കൽ ഇന്റലിജൻസ് ആണ് കേട്ടോ. ഇനി ജീനിയസ് ആയിരിക്കും. പിന്നെ നേച്ചർ ഇന്റലിജൻസ് ഉള്ളവർ എങ്ങനെയുള്ള ആൾക്കാരായിരിക്കും? നേച്ചർ ഇന്റലിജൻസ് ഉള്ളവര് അവരെല്ലാം സുപ്പീരിയർ ആയിരിക്കും. യെസ്. അതെ. മഹർഷിമാര്, ഗുരുക്കന്മാരൊക്കെ ഇല്ലേ? അവർക്കൊക്കെ ഏറ്റവും കൂടുതൽ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ, അതാണ് നേച്ചർ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. പിന്നെ ചിലവരിൽ ഇൻട്രാ ഇന്റലിജൻസ് ഉണ്ടാവും, ഇന്റർ ഇന്റലിജൻസ് ഉണ്ടാവും. അതായത് ഏറ്റവും കൂടുതൽ ഉൾക്കാഴ്ചയിൽ കാണുന്ന ആൾക്കാർ അല്ലെ? പുറമേ കാണിക്കില്ല, പക്ഷെ ഉൾക്കാഴ്ചയില് കുറെ കപ്പാസിറ്റി ഉള്ളവര്. ചിലർക്ക് ഉള്ളിലായിരിക്കില്ല, പുറമേ ആയിരിക്കും അവർ നല്ല രീതിയിൽ നല്ല വാക്ചാതുര്യത്തോട് സംസാരിക്കുന്നത്. അവർക്ക് എന്താണ്? ഇൻട്രാ ഇന്റലിജൻസ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നവരാണ്. ഓക്കെ. അങ്ങനെ പിന്നെ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് ഉള്ളവരെ, അങ്ങനെയുള്ളവർക്ക് എന്തിലായിരിക്കും പ്രാവീണ്യം കൂടുതൽ? മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് ഉള്ളവര്
അവരും സുപ്പീരിയറോ ജീനിയസ് ഒക്കെ ആയിരിക്കും. അവരെന്ന് പറയുമ്പോ ഏത് കാറ്റഗറി വരും മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് ഉള്ളവര്? Mathematical intelligence. നമ്മുടെ പൈലറ്റ്സ് അല്ലെങ്കിൽ മാത്തമാറ്റീഷ്യൻസ് അല്ലെങ്കിൽ ടെക് എക്സ്പേർട്ടുകൾ അല്ലെങ്കിൽ ടെക് എക്സ്പേർട്ടുകൾ അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ് ഒക്കെ ആ കാറ്റഗറിയിൽ വരുന്നതാണ്. ഓക്കെ, യെസ്, മാത്തമാറ്റിക്കൽ ആയിട്ട് ഇന്റലിജൻസ് ഒക്കെ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്റലിജൻസ് കാറ്റഗറി വൈസ് നമ്മൾ എന്താണ് നമ്മളിൽ വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, യെസ്. പിന്നെ അതർ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഡിഫറൻസ് ഇൻ മോട്ടോർ എബിലിറ്റി. എന്താണ് മോട്ടോർ എബിലിറ്റി? മോട്ടോർ എബിലിറ്റി എന്താണ്? പ്രവർത്തനക്ഷമതയിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ക്യാൻ ബി ഒബ്സർവ്ഡ് ഇൻ മോട്ടോർ എബിലിറ്റി സച്ച് ആസ് റിയാക്ഷൻ ടൈം, steadiness, rate of muscular movement, resistant to tiredness. അപ്പൊ നമുക്ക് റിയാക്ഷൻ ചിലർക്ക് ബോഡി പെട്ടെന്ന് റിയാക്ട് ചെയ്യില്ല, റിയാക്ഷൻ ടൈം ചിലപ്പോൾ കുറവായിരിക്കും, ചിലർ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നവരായിരിക്കും. സ്റ്റെഡിനെസ് ഉണ്ടാവും. സ്റ്റെഡിനെസ് എന്താണ്? സ്റ്റെഡിനെസ് ബോഡി നല്ല സ്റ്റഡി ആയിട്ടിരിക്കാന്ന് പറയില്ല നമ്മുടെ ചലനം ഇല്ലാതെ ഇരിക്കുക, കുറവ്, ചലനക്കുറവ്. ഓക്കെ, സ്റ്റഡി ആയിട്ടിരിക്കും അല്ലെ, ഭയങ്കര സ്ട്രക്ചേർഡ് ആയിരിക്കും. ദെൻ റേറ്റ് ഓഫ് മസ്കുലാർ മൂവ്മെന്റ്. ചിലവർക്ക് മസ്കുലാർ മൂവ്മെന്റ്സ് കൂടുതലായിരിക്കും, ചിലർ അതേ മൂവ്മെന്റ്സ് ഉണ്ടാവില്ല, ബോഡിയിൽ വ്യത്യാസം. കാരണം ചിലർ നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നവരായിരിക്കും അല്ലെ. ഇപ്പൊ സ്പോർട്സ് താരങ്ങളാണെങ്കിൽ എപ്പോഴും ഒരു മോട്ടോർ എബിലിറ്റി കൂടുതലായിരിക്കും, എപ്പോഴും ഒരു പ്രവർത്തനക്ഷമമായിരിക്കും. അതുപോലെ തന്നെ മറ്റ് നമ്മുടെ ബോഡി കൂടുതൽ വർക്ക് ചെയ്യേണ്ട വരുന്ന മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാര്, അത്തരം പേഴ്സൺസിനൊക്കെ എന്താണ് മസ്കുലർ മൂവ്മെന്റ്സ് കൂടുതലായിരിക്കും. പിന്നെ റെസിസ്റ്റൻസ് ടു ടയേർഡ്നെസ്. റെസിസ്റ്റൻസ് ടു ടയേർഡ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ? റെസിസ്റ്റൻസ് ടു ടയേർഡ്നെസ് പെട്ടെന്ന് ക്ഷീണത്തെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും അല്ലെ. ഇപ്പൊ എത്ര ചെയ്താൽ പോലും ചില കുട്ടികളുണ്ട് കുറെ കിടന്ന് ക്ലാസ്സിൽ ബഹളം വെച്ചാലും അവരെന്തായാലും റെസ്റ്റ്ലെസ് ആയിരിക്കുള്ളൂ അല്ലെ, ടയർഡ്നെസ് ആണ് തോന്നുന്നത്. പക്ഷെ ചില കുഞ്ഞുങ്ങൾ ചിലപ്പോ ഒന്ന് കുറച്ചു നേരം വർത്താനം പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു കളി കഴിയുമ്പോൾ കിട്ടാതെ കുഞ്ഞുങ്ങൾ അവിടെ അവശതയായിട്ടിരിക്കും. അപ്പൊ ബോഡി റെസിസ്റ്റ് ചെയ്യാനുള്ള പവർ ചിലവരിൽ വ്യത്യാസമായിരിക്കും, ചിലവരിൽ കുറവായിരിക്കും, ചിലവരിൽ കൂടുതലായിരിക്കും. ഓക്കെ, നമ്മൾ മനസ്സിലാക്കുന്ന മോട്ടോർ എബിലിറ്റി നമ്മുടെ പ്രവർത്തനക്ഷമതയിൽ നമ്മൾ എന്തുണ്ട് വ്യത്യാസങ്ങളുണ്ട് അല്ലെ. റിയാക്ഷൻ ടൈമിൽ വ്യത്യാസമുണ്ട്, സ്റ്റെഡിനെസ്സിൽ വ്യത്യാസമുണ്ട്, റേറ്റ് ഓഫ് മസ്കുലർ മൂവ്മെന്റില്, റെസിസ്റ്റന്റ് ടു ടയർഡ്നെസ് എക്സെട്ര. ഓക്കെ, then differences in interest and aptitude. പിന്നെന്താ പറയുന്നത്? people varying their taste and interest. നമുക്ക് ഇൻട്രസ്റ്റും ആപ്റ്റിറ്റ്യൂഡും വ്യത്യസ്ത, താല്പര്യങ്ങളും നമ്മുടെ മനോഭാവങ്ങളും നമ്മൾ വ്യത്യസ്തരുള്ളവരാണ് അല്ലെ. നമുക്ക് പല താല്പര്യം ഉണ്ടാവും, പല ടേസ്റ്റ് ആയിരിക്കും. some show interest in meeting people, functions are very interested in group activities, others feel happy in loneliness and avoid social meeting the same way. People are found to have different aptitudes. Some have mechanical aptitude, scholastic, musical or artistic aptitude. അപ്പൊ നമുക്ക് എന്താണ് പല രീതിയിലാണ് നമ്മുടെ താല്പര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഗ്രൂപ്പിലിരിക്കുന്ന സമയത്ത് ചിലവർ നല്ല രീതിയിൽ സംസാരിക്കും അല്ലെ, ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. പക്ഷെ അതേസമയം എന്താണ് others will happy in loneliness. ചിലവർക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനാണ് ഹാപ്പിനെസ്, ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കുന്നത് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ. പക്ഷെ കൂട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. പക്ഷെ ചിലവരെങ്ങനെയാണ് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ വിഷമിക്കും, പക്ഷെ എന്താണ് കൂട്ടത്തിൽ വരുമ്പോൾ എന്താണ് വളരെ ആക്റ്റീവ് ആയിരിക്കും. പല ടൈപ്സ് ഓഫ് കാറ്റഗറീസ് ആണ് അവിടെ ഉള്ളത്. ഓക്കെ, അപ്പൊ സോഷ്യൽ മീറ്റിംഗ്സിനൊക്കെ അവോയ്ഡ് ചെയ്യുന്ന ആൾക്കാർ എന്താണ് മാക്സിമം അവർക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ താല്പര്യമുള്ളവരാണ്. അങ്ങനെ ലോൺലിനെസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, ഏകാന്തത ഇഷ്ടപ്പെടുന്നവരുണ്ട്, ആക്ടിവിറ്റീസ് ഓറിയന്റഡ് ആയിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പൊ അവിടെയും എന്തുണ്ട് നമുക്ക് ഇൻട്രസ്റ്റ് ആപ്റ്റിറ്റ്യൂഡ് വ്യത്യാസമുണ്ട്. പിന്നെ സം ഹാവ് മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ്. പിന്നെ എന്തൊക്കെയാണ് നമുക്ക് മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ്? മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? യാന്ത്രികമായിട്ടുള്ള അഭിരുചികളുള്ളവര് അല്ലെ. മെക്കാനിക്കൽ ആയിട്ട് പ്രത്യേകിച്ച് ഇത് എനിക്ക് തോന്നുന്നു ആൺകുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഉള്ളത് അല്ലെ. ആൺകുട്ടികൾക്കല്ലേ? പെൺകുട്ടികളെക്കാൾ കൂടുതൽ ആൺകുട്ടികളാണ് മെക്കാനിക് യാന്ത്രികപരമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ കാറ് ബൈക്ക് ഇതൊക്കെ ഓടിക്കാൻ അല്ലെങ്കിൽ കളിക്കാനൊക്കെ ഇഷ്ടം ആൺകുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ. പിന്നെ പെൺകുട്ടികൾ വളരെ കുറച്ചാണ് ഇത്രയും കാര്യങ്ങളിലേക്ക് ചെല്ലുന്നത്. പിന്നെ സ്കോളസ്റ്റിക് എന്താണ്?
പഠനപരമായിട്ട് അഭിരുചിയുള്ളവർ അല്ലെ, ഏറ്റവും കൂടുതൽ പഠനത്തിൽ താല്പര്യമുള്ള ആൾക്കാരുണ്ടോ? ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് പഠനത്തിനാണ് കൊടുക്കുന്ന തരത്തിലുള്ള കാറ്റഗറീസ് ഓഫ് ടൈപ്പ് ഓഫ് കുട്ടികളുണ്ടോ? പിന്നെ മ്യൂസിക്കൽ ഓർ ആർട്ടിസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ്. എന്താണ് മ്യൂസിക്കൽ ഓർ ആർട്ടിസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ്? പാട്ട് പാടാനും വരയ്ക്കാനും ഒക്കെയുള്ള സംഗീതപരവും കലാപരവുമായിട്ടുള്ള അഭിരുചികളുള്ളവരെ. ഓക്കെ, അപ്പോ നമ്മുടെ ഡിഫറൻസസ് ഇൻ ഇൻട്രസ്റ്റ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻട്രസ്റ്റും ആപ്റ്റിറ്റ്യൂഡിലും പലരും പല രീതിയിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മള് ഏരിയാസ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസിൽ ഈ ഒരു കാറ്റഗറി നമ്മൾ പറയുന്നത്. ഓക്കെ, മനസ്സിലായോ അത്? Yes, Miss. ഇനി രണ്ടെണ്ണം കൂടെ ഉള്ളൂ. ഡിഫറെന്റ് ഇൻ ആറ്റിറ്റ്യൂഡ്. ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് പറയുക? ആറ്റിറ്റ്യൂഡ് മീൻസ് നമ്മുടെ മനോഭാവം. ആപ്റ്റിറ്റ്യൂഡ് എന്താണ്? അഭിരുചിയാണ്, നമ്മുടെ ടേസ്റ്റ് ആണ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അല്ലെ, ഇൻട്രസ്റ്റ് ആണ്. ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ക്യാൻ ബി സീൻ ഇൻ the beliefs, options and ideas of people. They possess different attitude toward different people groups, objects, political and religious people. നമുക്ക് പലതിനോട് പല ആശയങ്ങളും പല വിശ്വാസങ്ങളാണ് നമുക്ക് ഓരോരുത്തർക്കുള്ളത് അല്ലെ. പല ഐഡിയാസിൽ നമ്മൾ ചിന്തിക്കുന്നു, പല കാര്യങ്ങളിലും പല ആൾക്കാരോട് നമുക്ക് പല ആറ്റിറ്റ്യൂഡാണുള്ളത് അല്ലെ. ഇപ്പൊ എങ്ങനെ ആരൊക്കെ എങ്ങനെ പെരുമാറണം നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഗ്രൂപ്പിൽ എങ്ങനെ പെരുമാറണം, ഓരോ ഒബ്ജക്ട്സിനോട് എങ്ങനെയാണെങ്കിൽ ഒരു റിലീജിയസ് പീപ്പിൾ, പൊളിറ്റിക്കൽ റിലീജിയസ് പീപ്പിളിനോടൊക്കെ എങ്ങനെ ബിഹേവ് ചെയ്യണം, എന്തൊക്കെ ആറ്റിറ്റ്യൂഡ് അവിടെ കാണിക്കണം എന്നതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഓരോരുത്തരും നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ് നമ്മൾ കാണിക്കുന്നത്. ഒരേപോലത്തെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ല, ഓരോ പർപ്പസ് അനുസരിച്ച് സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ആറ്റിറ്റ്യൂഡ് മാറ്റിക്കൊണ്ടിരിക്കും. ഓക്കെ, നമ്മൾ ആദർശങ്ങൾ ആശയങ്ങളൊക്കെ വ്യത്യസ്തമാണ്. ഓക്കെ, അപ്പൊ ആറ്റിറ്റ്യൂഡിലും വ്യക്തി വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, then last one, emotional difference. Individual difference in mode. They express their emotions in some individual passions like love, affection, amusement, etc. are more prevalent, while in others, negative emotions are powerful. Some are emotionally stable and mature, while others are unstable and immature. ഇനി നമ്മുടെ ഇമോഷൻസിലെ ഡിഫറൻഷ്യസ് ഉണ്ട്. എല്ലാവരും പലതരത്തിലുള്ള ഇമോഷൻസ് കൈകാര്യം ചെയ്യുന്നവരാണ്. സ്നേഹം, വാത്സല്യം അല്ലെങ്കിൽ അത്ഭുതം ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നവരാണ് നമ്മുടെ മനുഷ്യരെന്ന് പറയുന്നത് അല്ലെ. ഇനി ചിലവരുടെ ഇമോഷൻസ് പവർഫുൾ ആയിരിക്കും, ചിലവർക്ക് പെട്ടെന്ന് ഇമോഷണലി സ്റ്റേബിൾ ആവുന്നവരുണ്ട്, ചിലവര് അതേപോലെ തന്നെ എന്താണ് ഇമോഷണലി വീക്ക് ആവുന്നവരുണ്ട്. ഓക്കെ, അപ്പൊ ഇമോഷൻ നമ്മുടെ മനുഷ്യരിൽ പല രീതിയിലാണ് കടന്നു പോകുന്നത്. അപ്പോ മനുഷ്യരെ നമ്മളുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസിലെ പ്രധാന ഒരു ഭാഗമാണ് ഇമോഷണൽ ഡിഫറൻസസ് എന്ന് പറയുന്നത്. നമ്മുടെ വികാരങ്ങളിലെ വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, മനസ്സിലായോ? Yes, Miss. യെസ്, അപ്പൊ നമ്മുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. ക്വസ്റ്റ്യൻസ് ഇട്ടാക്കാം, ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ ഒന്നുകൂടി. ഓക്കെ, താങ്ക് യു. വൈൻഡപ്പ് ചെയ്തോട്ടെ, വേറെ ഒരു ക്ലാസ് ഉണ്ട് ടീച്ചറിന്റെ. Thank you, Miss. Okay, Miss. Thank you. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു മിസ്. താങ്ക് യു. Thank you, Miss. താങ്ക് യു. ഓക്കെ.